ഹലോ ഫ്രണ്ട്സ്, മേത്താജ് കിഡ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് ഈ ഒരു പാക്കറ്റ് വെച്ചിട്ട് ജെല്ലി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 55 രൂപയാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഈ ഒരു സൈഡിലായിട്ട് കാണിച്ചിട്ടുണ്ട്. നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതൊരു വേറൊരു പാക്കറ്റിലാണ്, അകത്തുള്ളൊരു പാക്കറ്റിലാണ് ഇതിൻ്റെ ജെല്ലി മിക്സർ ഉള്ളത്. ഇത് എടുത്ത് കാണിക്കാം. പണിപ്പാളി, ഇതെന്തായാലും വരുന്നില്ല. നിങ്ങൾക്കായിട്ട് എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല. അത് അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. എന്തായാലും ഒരു പൗഡർ അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്കൊരു ബൗളിൽ ഒരു 3 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 500 ml അല്ലെങ്കിൽ ഒരു 3 കപ്പ്, അത് നോർമൽ കപ്പിലായിട്ട് 3 കപ്പ് വാട്ടറായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക. ഇതവിടെ ഇരുന്ന് ഒന്ന് തിളയ്ക്കട്ടെ. നല്ല ചൂടായാലും മതി, ജസ്റ്റ് ഒന്ന് തിളച്ചാലും മതി, കുഴപ്പമില്ല. അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. തിളപ്പിച്ചെടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ. പൗഡർ കുറേ ദിവസമായിട്ട് മേടിച്ച് വെച്ചിരുന്നതാണ്. അതായത് ഒരു 2 ആഴ്ച കൂടുതലായിട്ട് മേടിച്ച് വെച്ചിരുന്നതാണ്. ഇപ്പോഴാണ് അത് ഓർമ്മിച്ചെടുത്തത്. എന്തായാലും പരീക്ഷിക്കാമെന്ന് കരുതി. ഇതേ ഇപ്പോൾ കേട്ട വോയിസ് എൻ്റെ മോൻ്റെ വോയിസാണ് കേട്ടോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് ഷെയറും ചെയ്യണേ കൂട്ടുകാരെ. എന്നാൽ അടുത്ത കടയിലായിട്ട് നമ്മൾ വരും. ടാറ്റാ. അപ്പോഴേക്കും വെള്ളം തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ജെല്ലി പൗഡർ നമുക്കൊരു ബൗളിലേക്ക് തട്ടിയിടാം. ആ ഒരു ജെല്ലി പൗഡർ പൊട്ടിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പാക്കറ്റിൽ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ അതിൽ കൂടി ആഡാക്കിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട പിടിച്ചിരിക്കുന്ന കുറച്ച് ഇതൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. പിന്നെ നമ്മൾ ആ ഒരു ചൂട് വെള്ളം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്ന് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്ത് കുറച്ച് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫുൾ വെള്ളവും ഇതിലേക്ക് ആഡ് ചെയ്യുക. അതായത് നമ്മൾ ചൂടാക്കാൻ വെച്ചിരുന്ന ഈ ഒരു 3 കപ്പ് വെള്ളവും ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫുൾ വെള്ളവും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുക്കാം. പാത്രം എടുത്തിട്ട് ഇതേപോലെ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഞാൻ 2 പാത്രത്തിലായിട്ടാണ് ഒഴിച്ച് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരൊറ്റ ബൗളിലേക്ക് ഒഴിച്ച് വെച്ച് കട്ടി കൂട്ടിയെടുക്കുക. ഇതെന്താകുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ 2 പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചു. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അങ്ങനെ 2 ബൗളിലേക്ക് നമ്മൾ ഒഴിച്ച് വെച്ച് കഴിഞ്ഞു. ഇതിൻ്റെ റിസൾട്ട് എന്താകുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഇതൊരു 45 മിനിറ്റ്സ് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഇങ്ങനെ വെച്ചേക്കുക. അടച്ച് നമുക്ക് വെച്ചേക്കാം. അപ്പോഴേക്കും സെറ്റാകുമെന്നാണ് അതിൽ പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. പക്ഷേ ഇത് എന്തായി എന്നറിയാനായിട്ടൊരു ആകാംക്ഷ. അത് കാരണം പിന്നെയും ഓപ്പണാക്കി നോക്കുകയാണ്. ആയിട്ടില്ല. ഇനി അടച്ച് വെച്ചേക്കാം. നമുക്ക് എന്തായാലും 45 മിനിറ്റ്സ് കഴിഞ്ഞ് തുറന്ന് നോക്കാം.
45 മിനിറ്റ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇത് ഒരുവിധം സെറ്റായി എന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് എന്തായാലും മുറിച്ച് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഭയങ്കര വെയിറ്റ് ഇട്ട് ശരിയായി എന്ന മട്ടിൽ കട്ട് ചെയ്ത് കഴിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കും വേണോ ഒരു പീസ്? എന്നാൽ പോന്നോളൂ. ഇനിയാണ് രസം. നോക്കൂ. ആഹാ, എത്ര മനോഹരമായി കട്ട് ചെയ്തിട്ട് അവസാനം സ്പൂണിൽ കോരി കഴിക്കേണ്ട അവസ്ഥയായി. അത് ഗതികേട് നോക്കണേ. ഇതിൽ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. കാരണം കുറച്ചുകൂടി ഒന്ന് സെറ്റാവാനുണ്ടായിരുന്നു. അത് അളവിൻ്റെ മിസ്റ്റേക്കാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. അടിയിലേക്ക് നോക്കുമ്പോൾ കുറച്ചൊരു വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് കട്ട് ചെയ്ത് അതേ പീസ് അതുമാതിരി എടുക്കാൻ പറ്റാഞ്ഞത് കേട്ടോ. അങ്ങനെ ചെറുതായിട്ടൊന്ന് പണിപാളിയെങ്കിലും കഴിക്കാനായി കാത്തിരുന്ന എൻ്റെ കുട്ടീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.